UDF അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി ആരാകുമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് രമേശ് ചെന്നിത്തല. പൂർണ്ണമായും പാർട്ടിക്ക് വിധേയനെന്നും ഹൈക്കമാൻഡ് എന്ത് പറഞ്ഞാലും അത് അംഗീകരിക്കുമെന്നും ചെന്നിത്തല 24 ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായർക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. UDF അധികാരത്തിൽ വന്നാൽ ആര് മുഖ്യമന്ത്രിയാകണമെന്ന് തീരുമാനിക്കുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. രാഹുൽ ഗാന്ധി തന്നെ കോൺഗ്രസ് പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ കേരളത്തിലെ പ്രമുഖ നേതാക്കന്മാരെ എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് ഞങ്ങളോട് പറഞ്ഞത് തെരഞ്ഞെടുപ്പിൽ ജയിക്കുക, അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള കാര്യം അതിനുശേഷം കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കും. ആ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം എല്ലാവരും അംഗീകരിക്കും. ഇതാണ് യഥാർത്ഥ സ്ഥിതി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിയുടെ അറസ്റ്റ് ശരിയല്ലെന്നും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല 24-നോട്. ആ വിധിന്യായം പരിശോധിച്ചാൽ തന്ത്രിയുടെ അറസ്റ്റ് അനാവശ്യമാണെന്ന് ബോധ്യപ്പെടും. 40 ദിവസം എന്തിനാണ് ശബരിമല തന്ത്രിയെ ജയിലിലിട്ടത് എന്നുള്ള മറുപടി പറയേണ്ട കാര്യമാണ്. കാരണം ഈ കേസുമായി അദ്ദേഹം ഒരു ഘട്ടത്തിലും ബന്ധപ്പെടുന്ന ഒരാളല്ല. കാരണം എന്താണ്? ഭരണപരമായ കാര്യങ്ങളിലൊന്നും തന്ത്രിക്ക് അധികാരമില്ല. വിവരങ്ങൾ നൽകാനായി തനീഷ് തമ്പി പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന് തത്സമയം ചേരുന്നുണ്ട്. തനീഷ്, വിവിധ വിഷയങ്ങളെക്കുറിച്ച് മുൻ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുകയുണ്ടായി. പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം പങ്കുവച്ചു? അമൃത, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായരുമായി രമേശ് ചെന്നിത്തല സംസാരിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തിയാൽ, UDF അധികാരത്തിലേക്ക് എത്തിയാൽ ആര് മുഖ്യമന്ത്രിയാകും എന്ന ചോദ്യമാണ്. എന്തായാലും രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ കേരളത്തിലെ സീനിയർ നേതാക്കളെ വിളിച്ചുകൂട്ടി ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. ആദ്യത്തെ വിഷയം തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നേതാവിനെ തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിജയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്ന് രമേശ് ചെന്നിത്തല പറയുന്നു. ഒപ്പം തന്നെ പിന്നീട് രണ്ടാമതൊരു ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറയുന്നുണ്ട്, താൻ പൂർണ്ണമായും പാർട്ടിക്ക് വിധേയനായ ഒരാളാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനം ഉൾപ്പെടെയുള്ള ഏത് വിഷയത്തിലും ഹൈക്കമാൻഡ് എന്ത് തീരുമാനമെടുത്താലും അത് അംഗീകരിക്കും എന്നുള്ളതാണ് അനുസരിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ ഒരു UDF അധികാരത്തിലേക്ക് എത്തിയാൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് നേരത്തെ തന്നെ VD സതീശൻ, അതുപോലെ തന്നെ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നിവരുടെ പേരുകൾ ഉയർന്നു കേട്ടിരുന്നു. ആ കേൾക്കുന്നതിൽ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് വസ്തുതയുണ്ട് എന്നുള്ളത് ദ്യോതിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് ചെറുപ്പക്കാരെയും അതുപോലെ തന്നെ മുതിർന്ന നേതാക്കളെയും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. മുതിർന്ന നേതാക്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അവഗണന ഉണ്ടാകുന്ന ഒരു സാഹചര്യമില്ല. ഒപ്പം തന്നെ ചെറുപ്പക്കാർക്ക് കൂടുതൽ അവസരം നൽകാനുള്ള ഒരു സാഹചര്യം ഇപ്പോഴുണ്ട് എന്നുള്ളതും അദ്ദേഹം പറയുന്നുണ്ട്. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും മികച്ച വിജയം നേടാൻ UDFന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ വിജയം ആവർത്തിക്കും. ജനം സർക്കാരിനെ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതും അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ സുകുമാരൻ നായരുമായിട്ടും NSSുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം വിശദമായി പറയുന്നുണ്ട്. ഒരുപാട് കാലം ഒരുപാട് ദൈർഘ്യമുള്ള ബന്ധമാണ് തങ്ങൾക്കിടയിലുള്ളത്. മാത്രമല്ല 9 വർഷത്തോളം NSSുമായി പിണങ്ങി നിൽക്കേണ്ട ഒരു സാഹചര്യം തനിക്കുണ്ടായിരുന്നു. അപ്പോഴും പോലും കഠിനമായ ഭാഷയിലൊന്നും വിമർശിക്കാൻ തയ്യാറായിട്ടില്ല. ഇപ്പോഴും നല്ല ബന്ധമാണ് താൻ കാത്തു സൂക്ഷിക്കുന്നത്. സുകുമാരൻ നായർക്ക് പിണറായി വിജയനോട് ഏതെങ്കിലും തരത്തിലുള്ള ആരാധന ഉണ്ട് എന്ന് താൻ കരുതുന്നില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രസക്തമായ മറ്റൊരു കാര്യം, മറിയാമ്മ ഉമ്മൻ കഴിഞ്ഞ ദിവസം 24-ൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നത് തനിക്ക് മത്സരിക്കാനുള്ള സന്നദ്ധത അറിയിക്കുന്ന രീതിയിൽ സംസാരിച്ചിരുന്നു. എന്തായാലും അത്തരത്തിലുള്ള ഒരു ആലോചനയും നിലവിൽ കോൺഗ്രസിനകത്ത് ഉണ്ടായിട്ടില്ല എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു വെക്കുന്നു. ശരി, തനീഷ് തമ്പിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.